ഹായ് ഓൾ, വെൽക്കം ടു എജു വാലി. നമ്മൾ ഇന്ന് സ്പെഷ്യൽ ടോപ്പിക് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. വളരെ ക്വിക്കായിട്ടൊരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോസസ്ഡ് ഡാറ്റ ഈസ് കോൾഡ്. പ്രോസസ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോസസ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ആണ് അല്ലേ? ഇൻഫർമേഷൻ, ഓപ്ഷൻ സി ഇൻഫർമേഷൻ എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിയേ, ഏറ്റവും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ ഏറ്റവും ബേസ് കാര്യം എന്താ? ഒബ്ജക്റ്റ് ആണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഒബ്ജക്റ്റ് എന്നുള്ളതാണ് ആൻസർ വരിക. ഇനി ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്ത് ഇ എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇ എന്ന് പറയുന്ന നമ്പർ എന്തിനെയാണ് സൂചിപ്പിക്കണേ? 14 എന്ന് പറയുന്ന ലെറ്ററിനെയാണ് അല്ലേ? എ എന്ന് പറയുന്നത് 10 ആണ്, ബി 11, സി 12, ഡി 13, പിന്നെ അതുപോലെ ഇ 14. ഓക്കെ, അപ്പോൾ അതങ്ങനെ അറിയാമല്ലോ. അത് നമുക്ക് പഠിക്കേണ്ട ഒരു ഭാഗമാണ്, അത് നോക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് എച്ച് റഫ് ആട്രിബ്യൂട്ട് ഇസ് അസോസിയേറ്റഡ് വിത്ത്. എച്ച് റഫ് എന്ന് പറയുന്നത് ലിങ്ക് ആഡ് ചെയ്യുന്നതിന് സഹായിക്കുന്ന ആട്രിബ്യൂട്ടാണ് അല്ലേ? അപ്പോൾ ഏത് ടാഗാണ്? ആങ്കർ ടാഗാണ്. എ എന്നാണ് നമ്മൾ എഴുതുക, ആങ്കർ ടാഗാണ്. ഞാനിപ്പം സ്മാർട്ട് പെൻ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് എനിക്ക് എഴുതാൻ പറ്റാത്തത്. അപ്പം ഞാൻ പറയുന്നത് കേൾക്കാം കേട്ടോ. ഓപ്ഷൻ സി ആങ്കർ ടാഗാണ് വരിക. നെക്സ്റ്റ് അനിമേറ്റഡ് കണ്ടൻറ് ക്യാൻ ബി ആഡഡ് യൂസിങ്. അനിമേറ്റ് ചെയ്യുന്ന കണ്ടൻറ്റുകൾ നമുക്ക് പേജിനെയോ അല്ലെങ്കിൽ ലിങ്ക്, ടെക്സ്റ്റ്, ഇമേജ്, സൗണ്ട്, വീഡിയോ ഇതിനെയൊക്കെ നമുക്ക് ആനിമേറ്റഡ് രീതിയിൽ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആനിമേറ്റഡ് രീതിയിൽ ആഡ് ചെയ്യാനായിട്ട് HTML സഹായിക്കുന്ന ടാഗ് എന്ന് പറയുന്നത് മാർക്യൂ ആണ്. ഓപ്ഷൻ സി മാർക്യൂ ആണ്. 2 തരത്തിലാണ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നെങ്കിൽ സ്ലൈഡ് ചെയ്തു പോകുന്ന രീതിയിൽ, അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ആനിമേഷൻസ് ആണ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നത് എന്നുള്ളതും കൂടെ ഓർക്കാം. നെക്സ്റ്റ് ഡിഫോൾട്ട് വെബ് പേജ് ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതാണ്? വൈറ്റ് ആണ് അല്ലേ? സാധാരണ രീതിയിൽ നമ്മൾ HTML ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് കളർ വരുന്നത് വൈറ്റ് ആണ്. ഹൗ മെനി ഹെഡിങ് ലെവൽസ് ആർ അവൈലബിൾ ഇൻ HTML? HTML എത്ര ഹെഡിങ് ലെവൽസ് ഉണ്ട്? 6 എണ്ണമാണ്. ഏറ്റവും വലുത് H1, ഏറ്റവും ചെറുത് H6 എന്നുള്ളത് ഓർക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് കമ്പൈനിങ് മെയിൻ ഡോക്യുമെൻ്റ് വിത്ത് ഡാറ്റ സോഴ്സ്. മെയിൻ ഡോക്യുമെൻറ്റിനെ ഡാറ്റ സോഴ്സുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വേർഡിലെ കണ്ടൻറ്റാണ് മെയിൽ മെർജ് എന്നാണ് പറയുക. ഈ ഡാറ്റ സോഴ്സിനെ നമ്മൾ അഡ്രസ് ലിസ്റ്റ് അല്ലെങ്കിൽ മെയിലിംഗ് ലിസ്റ്റ് എന്നുകൂടെ പറയാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് പിവറ്റ് ടേബിൾ. പിവറ്റ് ടേബിൾ നമ്മൾ റിപ്പോർട്ടായിട്ടോ ചാർട്ടായിട്ടോ ഉപയോഗിക്കാവുന്നതാണ്. സോ ബോത്ത് ഓഫ് ദി എബോവ് ആണ് ആൻസർ വരിക. പിവറ്റ് ടേബിൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ തന്നിട്ടുള്ള ആ ഒരു ടേബിളിൻ്റെ ഒരു അനാലിസിസ്, ഒരു കമ്പനിയിൽ ഒരു അനാലിസിസ് കൊടുക്കുകയാണ്. ഒരു ഇയറിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളത് ചാർട്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ 2 തരത്തിലും ക്വിക്കായിട്ട് ആക്സസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് പിവറ്റ് ടേബിൾ എന്ന് പറയുന്ന ഓർഗനൈസിങ് ടൂള്. എക്സലിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇൻസേർട്ടിനകത്താണുള്ളത്, ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് ഹെൽപ്പ് ടു പ്രാക്ടീസ് വിത്ത് സ്ലൈഡ്. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രസൻറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പവർ പോയിൻറ്റിനകത്ത് ഓപ്ഷൻസ് ഉണ്ട്. അതിന് സഹായിക്കുന്ന ഓപ്ഷനാണ് റിഹേഴ്സ് ടൈമിംഗ്. ഈ റിഹേഴ്സ് ടൈമിംഗ് ഒക്കെ വളരെ റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ പഠിക്കുക. മെയിനായിട്ട് വരുന്ന ഭാഗങ്ങളാണ് ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയത്. നാളെ രാവിലെ ഇതിൻ്റെ വേറൊരു ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അതായത് ക്വസ്റ്റ്യൻ വർക്കൗട്ട് നാളെ രാവിലെ ഉണ്ടായിരിക്കും, വൈകിട്ടുണ്ടാവും. ഇനിയുള്ള ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്